അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ജിന്നുകൾ മനുഷ്യന്മാരായ സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ചില ജിന്നുകൾ മനുഷ്യരായ സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. അത് രാത്രി സമയങ്ങളിലാണ് അവർ ഏർപ്പെടുക. രണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന സ്ത്രീകളുമായി ജിന്നുകൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. മാത്രമല്ല, അതുകൊണ്ട് തന്നെ അത്തരം സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരോട് ഇഷ്ടം കുറയും. ഭർത്താക്കന്മാരുമായിട്ട് അകലം പാലിക്കും. ഈ ജിന്നുകളോടായിരിക്കും അവർക്ക് പിന്നീട് ഇഷ്ടം കൂടുക. പ്രധാനമായിട്ടും ഇത്തരം ജിന്നുകൾക്ക് ചെറുപ്പക്കാരികളായ സ്ത്രീകളോടാണ് കൂടുതൽ ഇഷ്ടം. അവരെയാണ് അവർ പ്രേമിക്കുകയും അവരുമായിട്ടാണ് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുക. വിവാഹം കഴിക്കാത്ത സ്ത്രീകളുമായിട്ടാണ് ജിന്നുകൾ ഇത്തരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാർ പ്രത്യേകം അവരുടെ ഗ്രന്ഥങ്ങളിൽ കുറിച്ചു വച്ചിട്ടുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ജിന്നുകളുടെ ലോകം എന്നും അത്ഭുതകരമാണ്. അതുകൊണ്ട് തന്നെ ജിന്നുകളുടെ ലോകത്തെക്കുറിച്ച് അറിയാൻ എല്ലാവർക്കും വലിയ ആകാംക്ഷയാണ്, താല്പര്യമാണ്. എന്നാൽ നമുക്കറിയാം, ചില വിഭാഗം ആളുകൾ ജിന്നുകൾ ഇല്ല എന്നും അവരെ നിഷേധിക്കുകയും അങ്ങനെയൊരു സംഭവം തന്നെ ഇല്ല എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട്. അതിൽ വിശ്വസിക്കാത്ത ആളുകളുമുണ്ട്. എന്നാൽ നമുക്കറിയാം, മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ജിന്ന് ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ്. കാരണം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് ജിന്ന് എന്ന് പറഞ്ഞ ഒരു സൂറത്ത് തന്നെയുണ്ട്. അത് ജിന്നുകളെ പ്രതിപാദിപ്പിക്കുന്ന ഒരു സൂറത്താണ്. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൻ്റെ പല ഭാഗങ്ങളിലും ജിന്നുകളെക്കുറിച്ച് പറയുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസുകളിലൂടെ ജിന്നുകളുടെ സാന്നിധ്യത്തെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളെക്കുറിച്ചും അവരുടെ സ്വഭാവത്തെക്കുറിച്ചുമൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പല ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിന്നുകൾക്ക് ഖുർആൻ ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. മുത്തുനബി ഖുർആൻ ക്ലാസ് ജിന്നുകൾക്ക് എടുത്തു കൊടുത്തതായിട്ടുള്ള അനുഭവം സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. മക്കയിൽ പോയവർക്കറിയാം, മസ്ജിദുൽ ഹറാമിൻ്റെയും ജന്നത്തുൽ മുഅല്ലയുടെയും ഇടയിലായിട്ട് ഒരു പള്ളി കാണാം. ആ പള്ളിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിന്നുകൾക്ക് ഖുർആൻ ക്ലാസ് എടുത്തിരുന്നത് അവിടെ വെച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളായ മനുഷ്യർ, മുസ്ലിമീങ്ങളായ ആളുകൾ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനും ഹദീസും അനുസരിച്ച് ജിന്നുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ജിന്ന് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ജിന്നുകളുടെ കൂട്ടത്തിൽ മനുഷ്യരുമായിട്ട് വളരെ ബന്ധം സ്ഥാപിക്കുന്ന ജിന്നുകളുണ്ട്. അതിൽ വളരെ നല്ല ബന്ധം സ്ഥാപിക്കുന്ന ജിന്നുകളുമുണ്ട്, വളരെ മോശം ബന്ധം സ്ഥാപിക്കുന്ന ജിന്നുകളുമുണ്ട്. ഈ മോശബന്ധം സ്ഥാപിക്കുന്ന ജിന്നുകളാണ് ഈ സ്ത്രീകളെ, മനുഷ്യ സ്ത്രീകളെ ലൈംഗികമായിട്ട് രാത്രി സമയങ്ങളിൽ ബന്ധപ്പെടുന്നത്. നമുക്കറിയാം, ഷെയ്ത്താന്, ഇബ്ലീസ്, പിശാച് ഇവരൊക്കെയും ജിന്ന് വർഗത്തിൽപ്പെട്ട ദുഷിച്ച വിഭാഗമാണ്. അവരെപ്പോഴും ചെയ്യുന്നത് മനുഷ്യരെ നന്മയിൽ നിന്നും പിന്തിരിപ്പിക്കാനും ബന്ധങ്ങളെ അകറ്റാനും മാത്രമല്ല മനുഷ്യരുടെ സ്നേഹം ഇല്ലാതെയാക്കുകയും, ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും മനുഷ്യരെ അകറ്റാനാണ് ഇത്തരത്തിലുള്ള പിശാച്, ഷെയ്ത്താൻ എന്ന് പറയപ്പെടുന്ന ഈ ജിന്നുകൾ പണിയെടുക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ദുഷിച്ച ജിന്നുകളിൽ തന്നെ മനുഷ്യരുമായിട്ട് വേണ്ടാത്ത ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ജിന്നുകളുണ്ട്. അതൊരു പക്ഷേ നമുക്ക് മനസ്സിലായി എന്ന് വരില്ല. ജിന്നുകളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ തന്നെ ചില ജിന്നുകളെ കുറിച്ച് പറയുന്നത് ജിന്നുൽ ആഷിഖ് എന്നാണ്.
അതായത് മനുഷ്യരെ പ്രേമിക്കുന്ന ജിന്നുകൾ. ജിന്നുകളിൽ പുരുഷന്മാരായിട്ടുള്ള ജിന്നുകളുമുണ്ട്, സ്ത്രീകളായിട്ടുള്ള ജിന്നുകളുമുണ്ട്. ഈ പുരുഷന്മാരായിട്ടുള്ള ജിന്നുകളാണ് മനുഷ്യന്മാരായിട്ടുള്ള ചെറുപ്പക്കാരികളായ സുന്ദരികളായ വിവാഹം കഴിക്കാത്ത സുന്ദരി സ്ത്രീകളുമായിട്ട് അവർ സ്നേഹത്തിലാവുകയും മുഹബത്താകുകയും പിന്നീട് അവരുമായിട്ട് അടുപ്പം വർദ്ധിക്കുകയും രാത്രി സമയങ്ങളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുക. എന്നാൽ സ്ത്രീകളായിട്ടുള്ള ജിന്നുകളുണ്ടല്ലോ, അവർ സുന്ദരന്മാരായിട്ടുള്ള പുരുഷന്മാരുമായിട്ട് സ്നേഹത്തിലാകും. എന്നാൽ അത് വളരെ അപൂർവമാണ്, ചുരുക്കമാണ് എന്നാണ് ഗ്രന്ഥത്തിൽ പറയുന്നത്. ഏറ്റവും കൂടുതൽ പുരുഷന്മാരായിട്ടുള്ള ജിന്നുകളാണ് ഈ മനുഷ്യന്മാരായിട്ടുള്ള സ്ത്രീകളുമായിട്ട് കൂടുതൽ അടുപ്പത്തിലാകുന്നതും ഇഷ്ടത്തിലാകുന്നതും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഗ്രന്ഥങ്ങളിൽ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, ജിന്നുകളുമായിട്ട് ഇഷ്ടത്തിലാവുകയും പിന്നീട് ജിന്നുകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്ത വിവാഹം കഴിക്കാത്ത സഹോദരിമാർ, സ്ത്രീകളുണ്ടല്ലോ, അവർ പിന്നീട് വിവാഹത്തിന് അവർ സമ്മതിക്കില്ല. അവർ വിവാഹത്തെ വെറുക്കുകയും വിവാഹ ആലോചനകളിൽ നിന്നൊക്കെ അവർ മാറി നിൽക്കുകയും ചെയ്യും. ഒരുപക്ഷെ അവർ അറിഞ്ഞുകൊണ്ടായിരിക്കും, ചില സ്ത്രീകൾ അറിയാതെയുമായിരിക്കും. കാരണം അവർക്ക് ജിന്നുകളുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ വലിയ ഇഷ്ടമായിരിക്കും, വലിയ അടുപ്പമായിരിക്കും, അവരുമായിട്ട് വലിയ പ്രേമത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നീട് മനുഷ്യരുമായിട്ടുള്ള വിവാഹം ഇഷ്ടപ്പെടില്ല അത്തരത്തിലുള്ള സ്ത്രീകൾ. കാരണം ഒരു പുരുഷനിൽ നിന്നും ലഭിക്കേണ്ട ശാരീരിക ബന്ധത്തിൻ്റെ സുഖങ്ങൾ അത് ജിന്നിൽ നിന്നും ലഭിക്കുമ്പോൾ അവർ പിന്നീട് ഈ മനുഷ്യരായ പുരുഷന്മാരെ അവർ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഒറ്റപ്പെട്ട് ജീവിക്കാനാണ് അവർക്ക് ഇഷ്ടപ്പെടുക. കാരണം അവർക്ക് കിട്ടേണ്ട എല്ലാ ലൈംഗിക സുഖങ്ങളും അവർക്ക് രാത്രി സമയങ്ങളിൽ ജിന്നിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരായിട്ടുള്ള പുരുഷന്മാരോട് അവർക്ക് ഇഷ്ടമുണ്ടാകില്ല. അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിന് അവർ താല്പര്യപ്പെടില്ല. മാത്രമല്ല, വിവാഹം കഴിഞ്ഞ ചില സ്ത്രീകളുണ്ടല്ലോ, അവരും ഇതുപോലെ ഇത്തരത്തിൽ ജിന്നുകളുമായിട്ട് ഇഷ്ടത്തിലാകുകയും ജിന്നുകൾ അവരെ പ്രേമിക്കുകയും അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്താൽ പിന്നീട് അവരുടെ ഭർത്താവുമായിട്ട് അവർ അകലം പാലിക്കും. ഭർത്താവിനോട് അവർക്ക് ഇഷ്ടമുണ്ടാകില്ല. അവരുടെ ഭർത്താവിനെ കാണുന്നത് തന്നെ അവർക്ക് വെറുപ്പായിരിക്കും, ദേഷ്യമായിരിക്കും. കാരണം അവരുടെ ഭർത്താവിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹവും പരിഗണനയും മാത്രമല്ല ലൈംഗിക സുഖവുമായിരിക്കും ഈ ജിന്നുകളിൽ നിന്നും ഈ സ്ത്രീക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഭർത്താക്കന്മാരോട് അവർക്ക് ഒട്ടും ഇഷ്ടമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം ഭർത്താവിൽ നിന്നും അവർ അകലം പാലിക്കും. മാത്രമല്ല, ലൈംഗിക ബന്ധത്തിന് പോലും ആ സ്ത്രീ അവരുടെ ശരീരം ഭർത്താവിന് നൽകില്ല. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ എൻ്റെ വക പറയുകയല്ല. ഇതൊക്കെയും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ജിന്നുകളുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നിന്നും വായിച്ചെടുത്തതാണ്. ഇതൊക്കെയും പരിശുദ്ധ ഇസ്ലാമിൽ പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം അത്യാവശ്യമാണ്. ഇതൊക്കെയും ഈ ലോകത്ത് നടക്കുന്ന കാര്യമാണ്. വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയെ ഒരു പുരുഷനായ ജിന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ആ ജിന്ന് ആ സ്ത്രീയെ ഇഷ്ടപ്പെടുകയും പ്രേമിക്കുകയും അവരുടെ കുടുംബത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ഈ ജിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾക്ക് പിന്നീട് മനുഷ്യന്മാരോട് ഇഷ്ടമുണ്ടാകില്ല. പിന്നീട് അവർ ജിന്നിൻ്റെ ലോകത്തായിരിക്കും അവരുടെ ജീവിതമുണ്ടാകുക. അവർ ഒരു ഒറ്റപ്പെട്ട് ജീവിക്കാനായിരിക്കും താല്പര്യപ്പെടുക. അത് സിഹിറിലൂടെയും കണ്ണേറിലൂടെയും നാക്കേറിലൂടെയും ഇങ്ങനെയുള്ള ഓരോ കൂടോത്തരത്തിലൂടെയൊക്കെ ആയിരിക്കും ഈ ജിന്നുകൾ ഇത് ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ജിന്നുകളുമായി അടുപ്പം കൂടിയ സ്ത്രീകളുടെ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുണ്ടാകും. എപ്പോഴും പ്രശ്നങ്ങളുണ്ടാകും. ഭാര്യയും ഭർത്താവും എപ്പോഴും അടിയും വഴക്കും പ്രശ്നങ്ങളും. അവസാനം അവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ് അവരുടെ കുടുംബം തകരുന്നത് വരെ ഈ ജിന്നുകൾ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അവസാനം ആ സഹോദരിയെ, ആ സ്ത്രീയെ ആ ജിന്ന് സ്വന്തമാക്കുന്നത് വരെ
അവൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ ഇതിനെക്കുറിച്ച് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന കാര്യം, അതായത് പരിശുദ്ധ ഇസ്ലാം ഫർളായ കാര്യങ്ങൾ, സുന്നത്തായ കാര്യങ്ങൾ, ദിക്റുകൾ, അദ്കാറുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ, ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കാത്ത ഇത്തരം ഇസ്ലാം പറഞ്ഞ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ ജീവിക്കുന്ന സ്ത്രീകളിലാണ് ഇത്തരത്തിലുള്ള പൈശാചിക ഉപദ്രവം, ജിന്നുകളുടെ ഉപദ്രവം, ജിന്നുകളുടെ ഇത്തരത്തിലുള്ള അടുപ്പവും പ്രേമവും ലൈംഗികമായിട്ടുള്ള പീഡനങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇതുമായി ഗ്രന്ഥങ്ങളിൽ പറയുന്നത്, മ്യൂസിക് ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ, അതായത് സിനിമാ ഗാനങ്ങൾ കൂടുതലായിട്ട് കേൾക്കുന്ന സ്ത്രീകളെ, അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ഡാൻസുകളും മറ്റ് സിനിമാറ്റിക് ഡാൻസുകളും സിനിമാ ഗാനങ്ങളും സിനിമയുമൊക്കെ കണ്ട് ഹറാമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്ന സ്ത്രീകളെയാണ് കൂടുതലും ഇത്തരത്തിലുള്ള ജിന്നുകൾ ഇഷ്ടപ്പെടുക, പ്രേമിക്കുക, ലൈംഗികമായിട്ട് ആഗ്രഹിക്കുക എന്നൊക്കെയാണ് ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. ഇപ്പോഴത്തെ ഈ കാലത്ത് നമുക്കറിയാം, ന്യൂ ജനറേഷൻ പിള്ളേർ, ഇപ്പോഴത്തെ സഹോദരിമാരൊക്കെ മുഴുവനായിട്ടും ഈ റമദാൻ മാസം വരെ അവർ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മറ്റ് യൂട്യൂബിലും സോഷ്യൽ മീഡിയകളിലൊക്കെ കയറിക്കൊണ്ട് സിനിമാ ഗാനങ്ങൾ കേൾക്കുകയും അതിൻ്റെ ഡാൻസുകൾ മറ്റുള്ളവർ ചെയ്യുന്നത് കാണുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്നവരാണ്. എന്തിനേറെ പറയുന്നു, ഇന്ന് സ്കൂളിലും കോളേജുകളിലുമൊക്കെ പഠിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകൾ അവരുടെ ശരീരഭാഗങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് പല സിനിമാറ്റിക് പാട്ടിനനുസരിച്ച് അവർ ഡാൻസ് ചെയ്യുകയും അത് പിന്നീട് അവർ വീഡിയോയിൽ പകർത്തുകയും അത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നീ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവർ അപ്ലോഡ് ചെയ്യുകയാണ്. അത് പിന്നീട് മറ്റുള്ള അന്യപുരുഷന്മാരുമൊക്കെ അത് കണ്ട് ആസ്വദിക്കുകയാണ്. ഇത്തരത്തിലുള്ള സ്ത്രീകളെയാണ് ഇത്തരത്തിലുള്ള ശൈത്താന്മാരായിട്ടുള്ള ജിന്നുകൾ ലൈംഗികമായിട്ട് ആഗ്രഹിക്കുകയും ലൈംഗികമായിട്ട് അവരെ പീഡിപ്പിക്കുകയും ചെയ്യുക. പിന്നീട് ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് മനുഷ്യന്മാരോട് ഇഷ്ടമുണ്ടാകില്ല. പിന്നീട് അവരുടെ ലോകം ഒരു ഒറ്റപ്പെട്ട ലോകമായിരിക്കും. ഒറ്റയ്ക്ക് ജീവിക്കാനായിരിക്കും അവർക്ക് ആഗ്രഹമുണ്ടാകുക. മാതാപിതാക്കളോട് അവർക്ക് ഇഷ്ടമുണ്ടാകില്ല, കുടുംബത്തോട് അവർക്ക് ഇഷ്ടമുണ്ടാകില്ല, സ്നേഹമുണ്ടാകില്ല. അവർ ആരോടും മിണ്ടാതെ ജിന്നുകളുടെ ലോകത്തായിരിക്കും അവരുടെ ജീവിതം ഉണ്ടാകുക. ശൈത്താന്മാർ അവരെ സ്വന്തമാക്കും. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഒരുപാട് സ്ത്രീകളും പറയുന്ന കാര്യമാണ്, ഞങ്ങൾക്ക് വിവാഹം വേണ്ട, ഞങ്ങൾക്ക് വിവാഹം കഴിക്കേണ്ട, ഞങ്ങൾക്ക് മക്കൾ വേണ്ട, കുടുംബം വേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് ജീവിച്ചോളാം, ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു പുരുഷൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ജോലിയുണ്ട്, ഞങ്ങൾക്ക് വരുമാനമുണ്ട്, പണമുണ്ട്, പിന്നെ എന്തിനാണ് ഞങ്ങൾക്ക് വിവാഹം, ഒരു പുരുഷനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ ഇന്ന് ഒരുപാട് സ്ത്രീകളും പറയുന്ന ഒരു കാര്യമാണ്. അതിനൊക്കെയും പ്രധാന കാരണം ഇതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അനുസരിക്കാതെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കാതെ, ഹറാമുകൾ കണ്ടും അത് ജീവിതത്തിൽ പ്രവർത്തിച്ചും ജീവിക്കുമ്പോഴാണ് ചീത്ത ജിന്നുകളുടെ കെണിയിൽ പല സ്ത്രീകളും പെട്ടുപോകുന്നത്, അവർക്ക് ഇരയാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും അതിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ദുഷിച്ച ജിന്നുകളിൽ നിന്നും പിശാചുകളിൽ നിന്നും ദുഷിച്ച മനുഷ്യന്മാരിൽ നിന്നും നമ്മെയും നമ്മുടെ മക്കളെയും എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും റാഹത്തോടു കൂടിയും ജീവിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.